जया यमुनतिरवन चारि जया कुंज बिहारी जया यमुनतिरवन चारि जया कुंज बिहारी हरे कृष्णा कृष्णा हरे 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 राम 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 हरे हरे ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। अनम्यूट किया। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य राजू ब्रो चलिकोळु। ओम अज्ञानतिमिरान्धस्य चष्मेन तस्मै श्री गुरवे नमः। श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतकमलं श्रीगुरोन् वैष्णवांश्च श्रीरूपं साग्रजातं सगणित रघुनाथं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्री राधा कृष्ण पादान सहगण ललिता श्री वैष्णवां हे कृष्णा करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांदा राधा कांदा नमस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्री चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे मोगं करोति वाचालं यङ्कं यत्कृदातमतं वन्दे मानन्दमाधवं नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। ओम तत्सत्। हरे कृष्ण। താങ്ക് യു പ്രഭു. ശ്രീമദ് ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. 1-ാമത്തെ അധ്യായത്തില് അർജുനന്റെ സാത്വിക നിലയിലുള്ള ശ്രേഷ്ഠമായ ചിന്തകളെ പറ്റി നമ്മൾ കണ്ടു. അതിനടിസ്ഥാനമാക്കിയിട്ടുള്ള സാത്വികവും ശ്രേഷ്ഠവുമായ തത്വങ്ങൾ ചോദിച്ചു. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം ആ ചോദ്യങ്ങൾ ശ്രേഷ്ഠങ്ങളാണെങ്കിലും ഒരു സാത്വികമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉത്തമ ഭക്തനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടെങ്കിലും ആ ചോദ്യങ്ങളിലെല്ലാം
ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഭഗവാനുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ, സംബന്ധിക്കുന്നവ അല്ലെങ്കിൽ, ആ ചോദ്യങ്ങളുടെ സ്റ്റാറ്റസിനെ നെഗറ്റീവ് ആകേണ്ടി വരും. അതായത് ആ സ്റ്റാറ്റസ് ഒരു പ്രസക്തിയില്ല. ആ പ്രസക്തിയില്ലായ്മ എന്തുകൊണ്ടാണെന്നാണ് 2-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പം കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും കാറ്റഗറൈസ് ചെയ്യുന്നു. അവസാനം അർജുനൻ ഭഗവാനെ ഗുരുവായി സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുരുവിനെ ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ ഗുരുവിലൂടെ വേണം പിന്നെ നമ്മൾ സത്യത്തെ അറിയാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പണ്ട് ഒരു കവി പറയുന്നു, കവികൾ മാനവ ഹൃത്തിൽ കൂടെ സ്പന്ദനമറിയുന്നു. കവികൾ മാനവ ഹൃത്തിൽ കൂടെ. അപ്പം കവികളെ എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് അവിടെ ഭഗവത് ഭക്തരെയാണ്. ഒരു ഭക്തന്റെ ഹൃദയത്തെ സ്പിരിച്വൽ ഗുരു, ആത്മീയ ഗുരു തിരിച്ചറിയും. അവന്റെ കുടുംബത്തിന് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ആ ആത്മീയ ഗുരു ഉപദേശങ്ങൾ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അർജുനൻ വീണ്ടും സംശയങ്ങൾ ചോദിക്കുന്നു. നോക്കൂ, നമ്മൾ ശ്രേഷ്ഠനായ ഒരു ഭക്തൻ, ഭഗവാന്റെ സുഹൃത്ത്, ഭഗവാന്റെ ശിഷ്യൻ, ഭഗവാന്റെ അളിയൻ എന്നൊക്കെ സംബോധന ചെയ്യുന്ന ആ ശ്രേഷ്ഠനായ വ്യക്തി അർജുനൻ ഇത്രയും സംശയങ്ങളുള്ളപ്പം വെറും കുടുംബജീവിതം നയിക്കുന്ന വെറും ഒരു ഗൃഹസ്ഥാശ്രമിയെ നമ്മൾക്ക് എത്തെല്ലാം സംശയങ്ങൾ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന പ്രവൃത്തികൾക്ക് എന്തെല്ലാം കോട്ടങ്ങളുണ്ട്, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ശ്രേഷ്ഠനായ അർജുനന് ഇത്രയും സംശയങ്ങളുള്ളപ്പം നമുക്കൊരു സംശയം ഉണ്ടാകില്ലേ ജീവിതത്തിൽ? അങ്ങനെ അർജുനൻ വീണ്ടും സംശയങ്ങൾ ചോദിക്കുന്നു. എല്ലാ യോഗങ്ങളെ പറ്റിയും ബുദ്ധിയോഗമാണ് വലുത് എന്ന് പറഞ്ഞു തന്നുമ്പോൾ എന്തിനാണ് എന്നെ ഇങ്ങനൊരു ദുഷ്കർമ്മം അല്ലെങ്കിൽ വലിയൊരു കഠിനമായ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കൃഷ്ണ എന്ന് അർജുനൻ വീണ്ടും വിലപിക്കുന്നു. അപ്പോൾ വീണ്ടും ഭഗവാൻ അവിടെ ആ ഒരു അനലിറ്റിക്കൽ സ്റ്റഡിയെ പറ്റി ഒരു അനലിറ്റിക്കൽ സ്റ്റഡി ചെയ്യുകയാണ്, അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അർജുനനോട്. ഇവിടെയാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം, ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം. അങ്ങനെ അർജുനന് എല്ലാ സംഗതികളും എല്ലാ സംശയങ്ങളും നീക്കിയിട്ട് ഒരു പുതിയൊരു മനുഷ്യനായി മോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ശരിയായ ഒരു മനുഷ്യനായിട്ട് മോൾഡ് ചെയ്ത് ഒരു റീഫോർമേഷൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കുകയും ഭഗവത്ഗീതയും ഭാഗവതവും കൃത്യമായി പഠിക്കുകയും ചെയ്യണം. അപഗ്രഥിച്ച് പഠിക്കണം. അവിടെയാണ് അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. അപഗ്രഥിച്ച് പഠിച്ചിട്ട് നീ നിന്റെ ബുദ്ധിക്ക് ഉപയോഗിച്ച് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ എന്നല്ല. അത് ഭാഷ്യകാരന്മാർ നിർഭാഗ്യവശാൽ അങ്ങനെ നാട്ടിൽ വിശദീകരിക്കും. നിന്റെ ബുദ്ധിക്കനുസരിച്ച് അപഗ്രഥനം ചെയ്യണമെന്ന് പറഞ്ഞാൽ നീ ഇത്രയും കളയുമ്പോൾ അവന് ബുദ്ധിവിശേഷം, ബുദ്ധി കൊണ്ട് ഫുൾഫില്ലായി അവന്റെ തല, ഭഗവാനെ പറ്റി കേട്ടറിഞ്ഞു. ഇനി നീ അത് അപഗ്രഥിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്. അല്ലാതെ നീ എന്ത് വേണമെങ്കിലും വായിച്ചോ, എന്ത് വേണമെങ്കിലും കണ്ടോ, എന്നിട്ട് നിനക്ക് നിന്റെ ബുദ്ധിക്ക് തോന്നുന്നു ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നീ ഇതൊക്കെ വായിച്ചിട്ട് നിന്റെ ഇഷ്ടത്തിന് സ്കൂളിൽ എക്സാം എഴുതിയാൽ മതി എന്ന് പറയുന്നത് പോലെയായിപ്പോയി. അങ്ങനെ ഒരു ഡെമോക്രസി കൊണ്ടുവന്നിട്ട് നമ്മുടെ തത്വങ്ങളെ കളഞ്ഞു കുളിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പുരോഗമനവും ഉണ്ടായില്ല. എന്തിനാ പറയുന്നത്? ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് പറയുന്ന ഡോക്ടർ ഗോപാലകൃഷ്ണൻ പോലും ഇങ്ങനെയാണ് അവസാനം ഭഗവത്ഗീതയെ പറ്റി പറയുന്നത്.
ഞാൻ വിമർശിക്കുന്നതല്ല, കേട്ടത് മാത്രം പറയുന്നതാണ്. അതുകൊണ്ട് എന്തുണ്ടായി? പ്രഭുപാദര് കൊടുത്ത ഒരു മെസ്സേജ് എത്രത്തോളം ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞുവോ അതുപോലെ പിന്നെ ഓരോരുത്തർക്കും, അതായത് പ്രഭുപാദരുടെ ശിഷ്യന്മാർക്കല്ലാതെ വേറെ ഓരോരുത്തർക്കും ഭഗവത്ഗീതയിലുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും നമുക്ക് നോക്കാം, തുടർന്ന് വരുന്നത് എന്താണെന്നുള്ളത്. ഹരേ കൃഷ്ണ. നമ്മൾ 3 ശ്ലോകങ്ങളല്ലേ വായിച്ചത്? അതെ ബ്രോ. ഹരേ കൃഷ്ണ. നമ്മൾ 4-ാമത്തെ ശ്ലോകം പറയുന്നു, ന കർമ്മണ അനാരംഭ, അല്ലേ? അതെ. ന കർമ്മണ അനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോ അശ്നോതി ന ച സന്യസനാദേവ സിദ്ധിം സമധി ഗച്ഛതി. സിദ്ധിം സമധി ഗച്ഛതി. ന കർമ്മണ അനാരംഭ. റിപ്പീറ്റ് ചെയ്യാം, അൺമ്യൂട്ട് ആക്കിയിട്ട്. ആ, ഹരികൃഷ്ണ ആദ്യം ഓൺലൈനിൽ എത്തിയല്ലേ. നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ. നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം. ന ച സന്യാസ്യ സനാദേവ. സിദ്ധിം സമധി ഗച്ഛതി. ശബ്ദാർത്ഥം, വിവർത്തനം, ഭാവാർത്ഥം ശീല പ്രഭുപാദ കീജി. കർമ്മണാം, നിയത കർമ്മങ്ങൾ, കർത്തവ്യങ്ങളെ, അനാരംഭ, അനുഷ്ഠിക്കാതിരിക്കയാൽ, പുരുഷ, പുരുഷൻ, നൈഷ്കർമ്മ്യം, നൈഷ്കർമ്മത്തെ, പ്രവൃത്തി പ്രവർത്തനങ്ങളിൽ നിന്നുള്ള മോചനത്തെ, നിഷ്ക്രിയ ഭാവത്തെ, ന അശ്നുതേ, പ്രാപിക്കുന്നില്ല. സന്യാസനാത് ഏവ, ത്യാഗം കൊണ്ട് മാത്രം, സിദ്ധിം, വിജയത്തെ, ന സമധി ഗച്ഛതി ച, പ്രാപിക്കുന്നില്ല. കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാവുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല. ന കർമ്മണ അനാരംഭ. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം. നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ. നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ. ന ച സന്യസ്യ സനാദേവ. ന ച സന്യസനാദേവ. ന ച സന്യസനാദേവ. സിദ്ധിം സമധി ഗച്ഛതി. സിദ്ധിം സമധി ഗച്ഛതി. ന കർമ്മണ അനാരംഭ. ന കർമ്മണ കർമ്മണാനാരംഭ. നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ. നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ. ന ച സന്യസനാദേവ. ന ച സന്യസനാദേവ. സിദ്ധിം സമധി ഗച്ഛതി. കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാവുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല. ജയപ്രകാശ് പ്രഭു വായിച്ചു ശ്ലോകം. ന കർമ്മണാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ. ന ച സന്യസനാദേവ. സിദ്ധിം സമധി ഗച്ഛതി. കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ. ന ച സന്യാസനാദേവ. സിദ്ധിം സമധി ഗച്ഛതി. രാജീവ് ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ.
न च सन्न्यस्यनादेव सिद्धिं समधिगच्छति न कर्मणा अनारंभ नैष्कर्म्यं पुरुषो अश्नुते न च सन्न्यासनादेव सिद्धिं समधिगच्छति സൂര്യമാതാജി. Hare Krishna. न कर्मणामनारम्भा नैष्कर्म्यं पुरुषो अश्नुते न च संन्यस्य न देवा सिद्धिं समधिगच्छति. हरे कृष्ण. न कर्मणम् अनारम्भा नैष्कर्म्यं पुरुषो अश्नुते न च संन्यस्य न देवा सिद्धिं समधिगच्छति. വെരി ഗുഡ്. ഇവൻജി. न कर्मणारम्भ नैष्कर्म्यं पुरुषो अश्नुते न च संन्यस्य न देव सिद्धिं समधिगच्छति. നിവേദ്. न कर्मणाम् अनारम्भान् नैष्कर्म्यं पुरुषो अश्नुते न च सन्न्यासनादेव सिद्धिं समधिगच्छति. വെരി ഗുഡ്. ചേച്ചി വായിക്കാൻ പറ്റുമോ? ഓക്കെ, സോറി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ന കർമ്മണ അനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ ന ച സന്ന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല. ഭാവാർത്ഥം. ഹിസ് ഗ്രേസ് ശ്രീല പ്രഭുപാദ കി ജയ്. വിപിൻ പ്രഭു വായിച്ചു. ഭാവാർത്ഥം: തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റി സംശുദ്ധനായിട്ട് വേണം സന്യാസം സ്വീകരിക്കുവാൻ. ഭൗതിക ചിന്താവ്യഗ്രരായ മനുഷ്യരുടെ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവയാണ് ആ കർമ്മങ്ങൾ. ഈ ശുദ്ധീകരണം കൂടാതെ പെട്ടെന്ന് ചതുർദാശ്രമം സന്യാസം സ്വീകരിക്കുന്നവർക്ക് അതിൽ വിജയം വരിക്കുവാൻ സാധ്യമല്ല. സന്യാസം സ്വീകരിക്കുക അഥവാ ഫലോധിഷ്ഠിത കർമ്മങ്ങളിൽ നിന്ന് പിന്മാറുക എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് പെട്ടെന്ന് നാരായണന് തുല്യനാവാമെന്നതാണ് ചില തത്വചിന്തകന്മാരുടെ അഭിപ്രായം. ഭഗവാൻ കൃഷ്ണൻ ഈ സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല. ഹൃദയശുദ്ധി ഇല്ലാത്ത സന്യാസം കേവലം സാമൂഹ്യ മര്യാദയുടെ ലംഘനം മാത്രമത്രേ. മറിച്ച് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കാതെ തന്നെ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ബുദ്ധിയോഗം. അതിനുവേണ്ടി അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് എത്ര തന്നെ തുച്ഛമായിരുന്നാലും ശരി, ഭഗവാൻ അത് സ്വീകാര്യമായിരിക്കും. സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ആ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു ചെറുകൃത്യവും കടുത്ത വിപത്തുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകമാവും. കർമ്മണാനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതി ന ച സന്ന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി. കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല. അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. കർമ്മം നമ്മുടെ പ്രിസ്ക്രൈബിഡ് ഡ്യൂട്ടിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മളെല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ചിന്താവിഷ്ടയ ശ്യാമള. അതുപോലെ ആകരുതെന്നാണ് പറയുന്നത്. ഓക്കെ. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹി അവശ സർവ പ്രകൃതി ജൈർഗുണൈഹി നഹി കശ്ചിത് ക്ഷണമപി. അൺമ്യൂട്ടാക്കി വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് മനസ്സിലാവും വായിച്ചത് കൊണ്ടാണ്. നഹി കശ്ചിത് ക്ഷണമപി
നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യ കർമ്മകൃത് കാര്യത്തെ ഹി അവശ കർമ്മ സർവ പ്രകൃതി ജൈർഗുണൈഃ നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യ കർമ്മകൃത് ജാതു തിഷ്ടത്യ അകർമ്മകൃത് എന്നാണ്. തിഷ്ട അകർമ്മകൃത്. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യ കർമ്മകൃത് കാര്യത്തെ ഹി അവശ കർമ്മ സർവ പ്രകൃതിജൈർഗുണൈഃ. ശബ്ദാർത്ഥം വിവർത്തനം ഭാവാർത്ഥം ശീല പ്രഭുപാദയ്ക്ക് ജി. കശ്ചിത് ഒരാൾ ക്ഷണമഭി ക്ഷണനേരമെങ്കിലും ജാതു ഒരിക്കലും അകർമ്മകൃത്ത് അകർമ്മകൃത്തായി കർമ്മം ചെയ്യാത്തവനായി നതിഷ്ഠതി സ്ഥിതി ചെയ്യുന്നില്ല. ഹി എന്തെന്നാൽ പ്രകൃതിജങ്ങളായ ഗുണൈഹി ഗുണങ്ങളാൽ സർവഹ എല്ലാവരും അവശനായിട്ട് കർമ്മം കാര്യതെ ചെയ്യിക്കപ്പെടുന്നു. ഭൗതിക പ്രകൃതിയുടെ തിരുഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യ കർമ്മകൃത് കാര്യത്തെ ഹി അവശ കർമ്മ സർവ പ്രകൃതിജൈ ഗുണൈഃ. ജയപ്രകാശ് നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യ കർമ്മകൃത് കാര്യത്തെ ഹ്യവശ കർമ്മ സർവ പ്രകൃതിജൈർഗുണൈഃ. കർമ്മകൃത് കാര്യത്തെ ഹ്യവശ കർമ്മ സർവ പ്രകൃതിജൈർഗുണൈഃ. ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത് കർമ്മകൃത് കാര്യത്തെ ഹി വശ കർമ്മ സർവ പ്രകൃതി ജൈർഗുണൈഃ. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യ കർമ്മകൃത് കാര്യത്തെ ഹി അവശ കർമ്മ സർവ പ്രകൃതി ജൈർഗുണൈഃ. नहि कश्चित् क्षणमपि जातु तिष्ठे अकर्मकृत् कार्यते ह्य अवश्य कर्म सर्वप्रकृतिजैर्गुणैः. नहि कश्चित् क्षणमपि जातु तिष्ठति अकर्मकृत् कार्यते हि अवश्कर्म सर्वप्रकृतिजैर्गुणैः. नहि कश्चित् क्षणमपि जातु तिष्ठत्य अकर्मकृत् कार्यते हि अवश्यः कर्म सर्वप्रकृतिजैर्गुणैः. വിപിൻജി. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യദേഹ അവശ്യ കർമ്മ
सर्वप्रकृतिजैर्गुणैः न हि कश्चिच्छनम् अपि जातु तिष्ठत्य कर्मकृत कार्यते हि अवश्यकर्म सर्वप्रकृतिजैर्गुणैः വെരി ഗുഡ്. നിവേർ न हि कश्चित् क्षणमपि जातुति कर्मकृत कार्यते हि अवश्यकर्म सर्वप्रकृतिजैर्गुणैः നന്നു ചൊല്ലിയായിരുന്നു ചൊല്ലിയായിരുന്നല്ലേ? ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പം ഭൗതിക പ്രകൃതിയുടെ നഹി കശ്ചിത് ക്ഷണമപി നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യദേഹി അവശ കർമ്മ സർവപ്രകൃതി ജൈർഗുണൈഹി. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ഇതിന്റെ ഭാവാർത്ഥം ജയപ്രകാശ്. ഹരേ കൃഷ്ണ. ജയ് ശ്രീ പ്രഭുപാദ. ശരീരസ്ഥനെങ്കിലും അല്ലെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നത് ജീവാത്മാവിന്റെ സ്വഭാവമാണ്. ആത്മാവിന്റെ സാന്നിധ്യം കൂടാതെ ശരീരത്തിനിളകാൻ കഴിയില്ല. സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു നിമിഷം പോലും നിഷ്ക്രിയമാകാൻ വയ്യാത്തതുമാണ് ആത്മാവ്. ആത്മാവിനാൽ പ്രവർത്തിക്കപ്പെടേണ്ടുന്ന ഒരു ജഡവാഹനമാണ് ശരീരം. അതുകൊണ്ട് കൃഷ്ണാവബോധപരമായ സത്കർമ്മത്തിൽ ഏർപ്പെടാത്ത പക്ഷം ആത്മാവ് മായാശക്തിയാൽ പ്രേരിതനായി പ്രവർത്തനങ്ങളിൽ മുഴുകിയേക്കും. ഭൗതിക ശക്തിയുമായുള്ള സമ്പർക്കത്താൽ ആത്മാവ് ത്രിഗുണങ്ങൾ കൈകൊള്ളുന്നു. ഇത്തരം പ്രവണതകളിൽ നിന്ന് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ശാസ്ത്രവിധിക്കനുസരിച്ചുള്ള നിർദ്ദിഷ്ട കർമ്മങ്ങൾ നിറവേറ്റുകയാണ് ആവശ്യം. എന്നാൽ കൃഷ്ണാവബോധപരമായ തൻ്റെ സ്വാഭാവിക പ്രവർത്തനത്തിലെ ആണ് ആത്മാവ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ചെയ്യുന്നത് എന്തു തന്നെയായാലും നന്മയ്ക്കായേ ഭവിക്കൂ. ശ്രീമദ് ഭാഗവതം 1:5-17 പറയുന്നു, ത്യക്ത്വാ സ്വധർമ്മം ചരണാം ഭുജം ഹരേർ ഭജന്ന പക്വോ അധപതേത് തയോദതി തദോയതി യത്ര ക്വ വാഭദ്രമബുധമുഷ്യ കിം കേവാർത്ത ആപ്തോ അഭജതാം സ്വധർമ്മതഃ. കൃഷ്ണാവബോധം സ്വീകരിച്ചവൻ തനിക്ക് ശാസ്ത്രപ്രകാരം നിർവഹിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുകയോ ഭക്തിപൂർവമായ സേവനം ഉചിതമായ വിധം അനുഷ്ഠിക്കുകയോ ഉണ്ടായില്ലെന്നിരിക്കട്ടെ, ഉന്നത നിലവാരത്തിൽ നിന്ന് ഏറെ താഴ്ന്നു പോയെന്ന് തന്നെ ഇരിക്കട്ടെ, അയാൾക്കൊന്നും നഷ്ടപ്പെടുകയോ ദോഷമുണ്ടാവുകയോ ചെയ്യുകയില്ല. മറിച്ച് കൃഷ്ണാവബോധം ഉദിച്ചിട്ടില്ലാത്ത ഒരാൾ ശാസ്ത്രവിധി അനുസരിച്ച് എല്ലാ ശുദ്ധീകരണ പ്രക്രിയകളും നിറവേറ്റിയാൽ തന്നെ എന്തുണ്ട് ഫലം? അപ്പോൾ കൃഷ്ണാവബോധത്തിൽ ഈ നിലയിലെ എത്തുന്നതിന് ശുദ്ധീകരണ പ്രക്രിയകൾ ആവശ്യമാണ്. സന്യാസം ഉൾപ്പെടെയുള്ള ശുദ്ധീകരണ ചടങ്ങുകളെല്ലാം കൃഷ്ണാവബോധമാകുന്ന അന്തിമ ലക്ഷ്യം പോകുവാൻ സഹായിക്കുന്നതേ ഉള്ളൂ. കൃഷ്ണാവബോധമില്ലാത്ത പക്ഷം ഏതൊന്നും പരാജയം തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് വായിക്കാമോ? വായിക്കാം. ഇവിടെ പറഞ്ഞു, നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യദേഹി അവശ കർമ്മ സർവപ്രകൃതി ജൈർഗുണൈഹി. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യത്തെ. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ
ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യത്തെ. മിഥ്യാചാരസ ഉച്യത്തെ. ശബ്ദാർത്ഥം, വിവർത്തനം, ഭാവാർത്ഥം. ശീലപ്രഭുപാദ യാതൊരുത്തൻ കർമ്മേന്ദ്രിയാണി 5 കർമ്മേന്ദ്രിയങ്ങളുടെ സംയമിച്ചിട്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയാർത്ഥാൻ വിഷയങ്ങളെ സ്മരിക്കുന്നവനായി ആസ്തേ സ്തുതി ചെയ്യുന്നു. വിമൂഢാത്മാവായ സഹ അവൻ മിഥ്യാചാര കപടനാട്യക്കാരൻ എന്ന് ഉച്ചതയെ പറയപ്പെടുന്നു. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവൻ സ്വയം ഭ്രമിപ്പിക്കുന്നവനാണ്. കപടനാട്യക്കാരൻ എന്നാണ് അയാളെ പറയേണ്ടത്. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യത്തെ. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ. എല്ലാരും മ്യൂട്ടായിപ്പോയി. ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യത്തെ. നിവേദ്. कर्मेन्द्रियाणि संयम्य य आस्ते मनसा स्मरन् इन्द्रियार्थान् विमूढात्मा मिथ्याचारः स उच्यते. ഹരേ കൃഷ്ണ. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ സ്വയം ഭ്രമിപ്പിക്കുന്നതാണ്. കപടനാട്യക്കാരൻ എന്നാണ് അയാളെ പറയേണ്ടത്. രാജീവ് പ്രഭു വായിച്ചായിരുന്നു വിവർത്തനം, ഭാവാർത്ഥം നേരത്തെ? ഇല്ല, വായിച്ചോളൂ. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുവാൻ കൂട്ടാക്കാത്ത ചില കപടനാട്യക്കാരുണ്ട്. അവർ ധ്യാനം അഭിനയിച്ചുകൊണ്ട് ഇന്ദ്രിയസുഖങ്ങളിൽ മുഴുകുന്നു. അഭ്യസ്തവിദ്യരായ അനുയായികളെ ബോഷ്കു പറഞ്ഞു കബളിപ്പിക്കാനായി അവർ ശുഷ്കമായ തത്വജ്ഞാനം പറഞ്ഞു നടക്കും. ഇത്തരക്കാർ വഞ്ചകരാണെന്ന് ഈ പദ്യം ഘോഷിക്കുന്നു. സാമൂഹ്യ മര്യാദയനുസരിച്ച് ആർക്കും ഇന്ദ്രിയ സുഖാനുഭവം ആവാം. തന്റെ സ്ഥിതിക്കനുസരിച്ചുള്ള നിബന്ധനകൾ അംഗീകരിച്ചു കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ക്രമേണ ജീവിതശുദ്ധി നേടുകയും ചെയ്യാം. എന്നാൽ യോഗി എന്ന് നടിക്കുകയും വാസ്തവത്തിൽ വിഷയസുഖങ്ങളെ അന്വേഷിക്കുകയും ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ്. ചിലപ്പോൾ തത്വജ്ഞാനത്തെ പറ്റി പ്രസംഗിക്കുന്നത് കൊണ്ട് മാത്രം അയാൾ യോഗിയാണെന്ന് കരുതിക്കൂടാ. അയാളുടെ അറിവ് കൊണ്ടും ഫലമില്ല. കാരണം അത്രയും പാപിയായ ഒരാളുടെ അറിവിന്റെ ഫലങ്ങൾ ഭഗവാന്റെ മായാശക്തിയാൽ നഷ്ടപ്പെട്ടു പോകുന്നു. അത്തരം ഒരു വഞ്ചകന്റെ മനസ്സ് എപ്പോഴും മലിനമാകയാൽ അയാളുടെ ധ്യാന യോഗാഭിനയങ്ങൾക്കും വിലയില്ല തന്നെ. ഹരേ കൃഷ്ണ. ഇവിടെ 2-3 ശ്ലോകങ്ങളായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ വിധിക്കപ്പെട്ട കർമ്മങ്ങളെ കുറിച്ച് നമുക്ക് അവിടെ നിന്ന് ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഞാൻ ഇടയ്ക്കുന്നു. നമ്മുടെ കാര്യങ്ങൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കണം. ഒരിക്കലും ഒരു നിമിഷം പോലും ആർക്കും വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു മോഷ്ടാവ് പോലും തൻ്റെ പ്രകൃതിയുടെ 3 ഗുണങ്ങൾക്കനുസരിച്ച് ജനിച്ചതിൻ്റെയും അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണങ്ങളുടെയും പ്രതിപ്രവർത്തനങ്ങളുടെ ഫലമാണ് ആ മോഷണ കർമ്മം.
അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന സമൂഹത്തിന്റെ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം കർമ്മങ്ങളുടെ ഭാഗമാണ്. പ്രകൃതിയിലെ 3 ഗുണങ്ങളുടെ റിഫ്ലക്ഷനാണ്. അപ്പം ഇതിൽ നിന്നൊന്നും കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് ഒരു നിമിഷം പോലും വ്യതിചലിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ മോഷ്ടാവിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മറ്റു അനീതിപരമായിട്ട് അല്ലെങ്കിൽ അനാശാസനീയമായ കാര്യങ്ങൾ ഏർപ്പെടുന്ന ഒരാളെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് ഭഗവാനുമായിട്ടുള്ള ഒരു കണക്ഷൻ. അപ്പം ഭഗവത് ഭക്തിയുത സേവനത്തോടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മാത്രമേ ആ കർമ്മഫലത്തിൽ നിന്ന് ഒരു ബന്ധനം, കർമ്മഫലമായിട്ടൊരു ബന്ധനം ഇല്ലാതെ വരത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ആ കാർമിക് റിയാക്ഷൻ അവിടെ വരുന്നു. അർജുനനോട് പറയുന്നതാണ്, നീ യുദ്ധം ചെയ്താലും ചെയ്തില്ലെങ്കിലും നീ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അകർമ്മം എന്നൊരു സംഭവമില്ല. അതേസമയം വികർമ്മം എന്നുള്ളതുണ്ട്. ഇപ്പം സംസ്കൃത പണ്ഡിതൻ ജയപ്രകാശ് പറയും, അകർമ്മം നമ്മൾ നേരത്തെ സംസാരിച്ചതല്ലേ, കർമ്മം അകർമ്മം വികർമ്മം അല്ലേ, പണ്ടങ്ങോ സംസാരിച്ചതാണെന്ന് തോന്നുന്നു അല്ലേ? ശരി അല്ലേ? അതെ. അപ്പൊ അകർമ്മം എന്ന് പറയുമ്പം കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക അല്ലേ? വികർമ്മം എന്ന് പറയുമ്പോൾ കർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷെ അതിന്റെ ഫലങ്ങളിൽ നമ്മൾ ആസക്തനല്ല. അപ്പം ആ ഒരു രീതിയിൽ, അതായത് അപ്പം ഒരിക്കലും നമുക്ക് കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതേസമയം നമ്മൾ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ കൃത്യമായി ചെയ്യണം. ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം സന്യാസം എന്ന് പറയുന്നത് വളരെ റെഗുലേറ്റീവായിട്ട്, അതായത് വളരെ നിഷ്ഠയോടെ, അടുക്കും ചിട്ടയോടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഭഗവത് ചിന്തയോടെ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ സന്യാസയോഗം എന്ന് പറയും. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം പറയുന്നത് എടുത്തു വെച്ചുള്ളൂ, യോഗേഷാമപി സർവേഷാം. ആ ഒരു ശ്ലോകം നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. എടുത്തു നോക്കിക്കോളൂ. 6ാമത്തെ ചാപ്റ്ററിലോ 7ാം ചാപ്റ്ററിലോ ആണ്. ഓക്കെ പ്രഭു, ഒരു സെക്കൻഡ് പ്രഭു. കർമ്മം എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മം, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ, ശാസ്ത്രം, ഭൗതിക ഗുണം. വികർമ്മം പാപം ആണ് ഫലം. അകർമ്മം സ്പിരിച്വൽ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നത്, ഒരു മിനിറ്റ്, ഇപ്പൊ ഏതൊരു തരത്തിലാണെങ്കിലും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ 2ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും പറയുന്നു. എന്താണ് പറഞ്ഞത്? നഹി കശ്ചിത് കർമ്മണമഭി ജാതുഷ്ടത്യ കർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതിജരി ഗുണൈഹ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുള്ളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ശ്രീലപ്രഭുപാദര് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ശ്രീമദ് മഹാഭാഗവത്തിലെ ശ്ലോകം പറഞ്ഞു, ത്യക്ത്വാ സ്വധർമ്മം ശരണാംഭുജം ഹരേർ ഭജന്നപക്വോ അധപതേ തത് യദി ശത്രുക്കവ അഭദ്രമുപതമുഷ്യകിം ഓവാർത്ത ആപ്തോ അഭജതാം സ്വധർമ്മതഃ. ഭഗവത് ഭക്തിയുടെ സേവനത്തിനായി ധർമാനുസൃത കർമ്മങ്ങൾ പരിത്യജിക്കുന്ന ഒരാൾ ചിലപ്പോൾ അപക്വമായ അവസ്ഥയിൽ അധപ്പതിച്ചേക്കാം. എന്നിരുന്നാലും അയാളുടെ പരാജയത്തിൽ യാതൊരു ആപത്തുമില്ല. അഥവാ ധർമ്മ അനുസൃത കർമ്മത്തിൽ പൂർണ്ണനിരതനെങ്കിലും അഭക്തൻ യാതൊരു നേട്ടവും പ്രാപ്തമാക്കുന്നില്ല. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ജനിക്കുമ്പോൾ തന്നെ പല കർമ്മങ്ങളും, നിയതമായ പല കർമ്മങ്ങളും ചെയ്യേണ്ടതുണ്ട്. അതിലെ ഒന്നാണ് കടബാധ്യതകൾ, ഋണബാധ്യതകൾ എന്ന് പറയും. എന്താണ് ഋണബാധ്യതകൾ? പിതൃഋണം, മാതൃഋണം, ദേവഋണം, ഋഷിഋണം, മനുഷ്യഋണം, ഭൂതഋണം.
1 2 3 പൃഥ്വിഋണം, പിന്നെ മാതൃഋണം, ദേവഋണം, ഋഷിഋണം, മനുഷ്യഋണം, ഭൂതഋണം. 6 തരം കടങ്ങൾ. 6 തരം കടങ്ങൾ. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതിനകത്ത് പിതൃഋണം, പിതൃക്കൾക്കായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ചില കടബാധ്യതകളുണ്ട്. അപ്പം പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പിതൃപൂജകൾ ചെയ്യുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ മാതാപിതാക്കളെ സേവിക്കുന്നത് അതൊരു കടബാധ്യതയാണ്. അതുപോലെ തന്നെ ദേവഋണം, ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ള കടബാധ്യതകൾ അത് നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ മനുഷ്യഋണം, നമ്മുടെ സമൂഹത്തെ സേവിക്കേണ്ടത്. 2 ഭൂതഋണം, നമ്മുടെ ഈ ഭൗതികതയോട്, ഭൂതഋണം മറ്റുള്ള ശക്തികളോടുള്ള ഒരു ഋണം. അപ്പം ഇതെല്ലാം നമ്മുടെ കടങ്ങളാണ്. ഈ കടങ്ങളെല്ലാം നമ്മൾ തീർക്കേണ്ടതുമാണ്. ഇപ്പം ഇപ്പോൾ നമ്മള് ജനിക്കുന്നതേ കടപ്പെട്ടവനായിട്ടാണ്. അവിടെയാണ് യുധിഷ്ഠിര മഹാരാജാവ് ചിന്തിക്കുന്നത്, മഹാഭാരത യുദ്ധത്തിൽ 64 കോടി ജനങ്ങൾ മരിച്ചതിന് ശേഷം ദുഃഖിതനായിട്ട് യുധിഷ്ഠിരൻ ഇരിക്കുമ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുന്നതാണ്, ഈ ശരീരം എന്റേതല്ല എന്ന നിലയ്ക്ക് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്? ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ഇപ്പം ഈ ശരീരത്തിനുള്ള ഓണർഷിപ്പ് നമുക്കില്ല. ഒരു മിനിറ്റ്. ഈ ശരീരം നമ്മളുടേതല്ല. ജനിച്ചു വരുമ്പോൾ ആ ശരീരത്തിന്റെ ഉടമസ്ഥൻ നമ്മുടെ മാതാപിതാക്കളാണ്. പിന്നീട് ഈ ശരീരം, അതായത് ആത്മാവ് ഇരിക്കുമ്പോൾ മാത്രമാണ്, അതായത് ഒരു ജഡവസ്തുവിൽ ആത്മാവ് ഇരിക്കുമ്പോൾ ആ ശരീരത്തിന് ജീവൻ വെക്കുന്നു. നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഈ ആത്മാവ് സർട്ടൺ പീരീഡ് കഴിയുമ്പോൾ ഈ ശരീരം വിട്ടുപോകുന്നു, ഈ ജഡവസ്തുവിനെ വിട്ടുപോകുന്നു. അപ്പോൾ വീണ്ടും ഈ വസ്തു ജഡമായിട്ട് മാറുന്നു. അപ്പോൾ ഈ ശരീരത്തിന്റെ ഓണർഷിപ്പ് ഉള്ളത്, ജഡത്തിന്റെ ഓണർഷിപ്പ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും മാത്രമാണ്. അങ്ങനെ ഇരിക്കെ ഈ ശരീരം എന്റേതാണെന്നുള്ള ഓണർഷിപ്പ് നടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മിഥ്യാധാരണയായി ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളതാണ് യുധിഷ്ഠിരൻ ചോദിച്ച ചോദ്യം. അങ്ങനെ ഭഗവാന്റെ അടുത്ത് കരഞ്ഞു പറയുന്നു യുധിഷ്ഠിരൻ, കൃഷ്ണ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു? അല്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? അപ്പൊ ഈ യുദ്ധത്തിന്റെ എല്ലാം ഉത്തരവാദിത്വങ്ങൾ കൃഷ്ണ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം കർമ്മഫലങ്ങൾ എനിക്കാണ്. എത്രയോ പേര് മരിച്ചു വീഴുന്നു, എത്രയോ ബ്രാഹ്മണർ, എത്രയോ ഗുരുജനങ്ങൾ, എത്രയോ സഹോദരന്മാർ, എത്രയോ ബന്ധുക്കൾ, ഇവരെല്ലാം മരിച്ചു വീഴുന്നു. എന്റെ ഈ ശരീരത്തിന്റെ മിഥ്യാഹങ്കാരം കൊണ്ടെന്ന് മാത്രമാണ് എന്ന് യുധിഷ്ഠിര മഹാരാജാവ് കൃഷ്ണനോട് വിലപിക്കുമ്പോൾ കൃഷ്ണൻ ആശ്വസിപ്പിക്കും. കൃഷ്ണൻ പറയും, ഏതൊരു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവിടെ ദുര്യോധനൻ നല്ല ഒരു രാജാവായിരുന്നു. രാജാവ് എന്ന നിലയിൽ ദുര്യോധനൻ നല്ലതായിരുന്നു. പക്ഷേ ധർമ്മിഷ്ഠനായ രാജാവാണോ അല്ലെങ്കിൽ ധർമ്മിഷ്ഠനായ വ്യക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മിഷ്ഠനായ വ്യക്തിയല്ല. അവിടെയാണ് ഭഗവാൻ അനലൈസ് ചെയ്തത്. അതുകൊണ്ടാണ് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല ദുര്യോധനൻ ഭരിച്ചത്. അവിടെയാണ് സ്വന്തം സഹോദരനോട് അനീതി കാണിച്ചു. അവിടെയാണ് ഭഗവാൻ അനലൈസ് ചെയ്തത്, ഇത്തരം ഒരു രാജാവ് രാജ്യത്തിന് വരാൻ പാടില്ല എന്നുള്ളത്. അവിടെ ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഒരു ഗുരുവിന്റെ ധർമ്മം എന്താണ്, അല്ലെങ്കിൽ ഒരു ഗുരുവിനോട് എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഈ പാണ്ഡവരെയും കൂട്ടിയിട്ട് ഭീഷ്മദേവരുടെ അടുത്തേക്ക് പോകും. ഭീഷ്മദേവരോട് ഇതിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നേരിട്ട് പറഞ്ഞു കൊടുക്കാം. പക്ഷേ വിധിപ്രകാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സമൂഹത്തിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്
പാണ്ഡവര് പോകുമ്പോൾ പാണ്ഡവരുടെ കൂടെ പാണ്ഡവരുടെ കുലഗുരുവായ ധൗമ്യനും ഉണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് ഭീഷ്മദേവർ യുധിഷ്ഠിരനെ നോക്കും. യുധിഷ്ഠിരൻ വളരെ വിഷമിച്ചിരിക്കുകയാണ്, കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ്. കരയുകയാണ് യുധിഷ്ഠിരൻ. എന്താണ് കാര്യം? 64 കോടി ജനങ്ങളാണ് മഹാഭാരത യുദ്ധത്തിൽ മരിക്കപ്പെട്ടത്. അനേകായിരം മനുഷ്യരെ കാണാതായിട്ടുണ്ട്, മിസ്സിംഗ് ആണ്, മാൻ മിസ്സിംഗ്. ഭീഷ്മദേവര് അവിടെ ഇരുന്നുകൊണ്ട് പറയും, യുധിഷ്ഠിര, ഇപ്പൊ കുന്തിദേവി എടുത്തും പറയുന്നു, യുധിഷ്ഠിര, അങ്ങയുടെ ദുഃഖമസ്ഥാനം. നിങ്ങളെല്ലാവരും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഭീഷ്മദേവര് എടുത്തു പറയും. വിവാഹം കഴിക്കുന്നതിന് മുമ്പിട്ടും കുന്തിദേവി ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. വിവാഹം കഴിച്ചതിന് ശേഷവും കുന്തിദേവി ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ദുഃഖം മാത്രമേ കുന്തിദേവിക്ക് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളെ എല്ലാം ദുര്യോധനനും കൂട്ടരും ദുഃഖങ്ങൾ മാത്രമാണ് തന്നിരുന്നത്. ഭീഷ്മദേവർ പോലും യുദ്ധത്തെ സാധൂകരിക്കും. എന്നിട്ട് ഭീഷ്മദേവര് പറയുന്നുണ്ട്, ഉപദേശങ്ങളെല്ലാം കൊടുത്തിട്ട് ഭീഷ്മദേവര് പറയുന്നുണ്ട്, ഇനി ഏത് ചാപ്റ്ററിലാണെന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്, ഇപ്പോഴാണ് ഓർമ്മിച്ചു വരുന്നത്. ഭീഷ്മദേവര് പറയും, ഭീഷ്മദേവരുടെ ഒരു പ്രാർത്ഥനയുണ്ട്, കിട്ടി. ശ്രീമദ് മഹാഭാഗവത്തിലെ പ്രഥമ സ്കന്ധത്തില് ഭീഷ്മദേവരുടെ വിയോഗത്തില് 9-ാമത്തെ അധ്യായമാണ്. അതില് 39-ാമത്തെ ശ്ലോകം കുറിച്ചു വെച്ചേരെ, 1:9:39. ഇതിനത് എടുത്തു പറയാൻ തോന്നിയത്, നമ്മുടെ നാട്ടില് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അതിന്റെ ഉത്തരങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. വിജയരഥ കുടുംബ ആസ്തോത്രേ ഹൃദയസ്മിരശ്മിനി തച്ഛ്രിയേക്ഷണീയേ ഭഗവതീരസ്തുമേ മുമുർഷോർ യം ഇഹ നിരീക്ഷ്യ ഹതാഗതാസ്വരൂപം വിജയരഥ കുടുംബ ആപ്തതോത്രേ ഹൃദയരശ്മിനി തച്ഛ്രിയേക്ഷണീയേ ഭഗവതീരതിരസ്തുമേ മുമുർഷോർ യം ഇഹ നിരീക്ഷേ ഹതാഗതാസ്വരൂപം. മരണവേളയിൽ എന്റെ പരമമായ ആകർഷണം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ആകട്ടെ. വലതുകരത്തിൽ ചാട്ടവാറും ഇടതുതൃക്കയിൽ കടിഞ്ഞാണുമേന്തി എല്ലാ തരത്തിലും അർജുനന്റെ രഥത്തെ അതീവ ശ്രദ്ധയോടെ സംരക്ഷിച്ച പാർത്ഥസാരഥിയിൽ എന്റെ മനസ്സ് ഏകാഗ്രമാക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ അദ്ദേഹത്തിന്റെ ദർശനം നേടിയവർ മരണശേഷം തങ്ങളുടെ മൗലികമായ രൂപം പ്രാപിച്ചു. നോക്കൂ, എത്ര ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. ആക്ച്വലി കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനനേക്കാൾ ഭാഗ്യവാനായിരുന്നു ഭീഷ്മദേവർ. ഇപ്പം ഞാൻ ഇടയ്ക്ക് ചോദിച്ചത്, ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ചിലർ ചോദിക്കാറുണ്ട്, ഈ പാർത്ഥസാരഥിയുടെയൊക്കെ ഫോട്ടോ വെക്കാൻ പറ്റുമോ, കുടുംബത്തില് ദോഷങ്ങൾ ഉണ്ടാകില്ലേ, യുദ്ധങ്ങൾ ഉണ്ടാകില്ലേ, വഴക്കുകൾ ഉണ്ടാകില്ലേ എന്നൊക്കെ. ഭീഷ്മദേവരുടെ ഈ ശ്ലോകം എടുത്ത് കോട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്. അശാസ്ത്രീയമായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് ഭീഷ്മദേവര് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനനേക്കാൾ ഭാഗ്യവാനാണെന്ന് പറയുന്നത് അറിയാമോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാജീവ് പ്രഭു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനനേക്കാൾ ഭാഗ്യവാനായിരുന്നു ഭീഷ്മദേവർ. ജയപ്രകാശ് പ്രഭു. അറിയില്ല പ്രഭു. എന്നാലും ചെറിയൊരു ഐഡിയ, എന്തായാലും വളരെ നിസ്സാരമാണ് ആക്ച്വലി കാര്യം. ഇതാണ് അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്നതേ ഉള്ളൂ. അനലിറ്റിക്കൽ സ്റ്റഡി.
ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കൂ. ഒരു പൊളു തരാം. ഭീഷ്മദേവർ ഓരോ ദിവസവും വരുന്നത് എങ്ങനെയാണ്? എന്ത് ചിന്തിച്ചുകൊണ്ടാണ് വരുന്നത്? യുദ്ധം അവസാനിക്കണമെന്ന്. ഓക്കെ. ധർമ്മം ജയിക്കണം. പ്രഭു തന്നെ പറയാനായിരിക്കും നല്ലത്. വെറുതെ പറഞ്ഞാൽ മതി. വെറുതെ നമ്മളൊരു കുടുംബത്തിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നത് പോലെ തീരുമാനിച്ചാൽ മതി. ഇവിടെ ഓരോ ദിവസവും ഭീഷ്മദേവര് യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ ഇന്നെങ്കിലും ഭഗവാന്റെ കയ്യിൽ നിന്ന് എനിക്ക് മരണം ഉണ്ടാകണമെന്നുള്ളതായിരുന്നു. അവരുടെ കണ്ണുകൾ തമ്മിൽ എന്നും സംസാരിക്കുമായിരുന്നു, അർജുനനും കൃഷ്ണനും ഭീഷ്മദേവനും തമ്മിൽ. ഈ 18 ദിവസവും അതിനുള്ള ഭാഗ്യം അർജുനൻ ഉണ്ടായിരുന്നില്ല. അർജുനൻ ഭഗവാന്റെ പുറകുവശമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതേസമയം സൂര്യ ഉദയം മുതൽ അസ്തമയം വരെ ആ രണാങ്കണ ഭൂമിയിൽ, യുദ്ധഭൂമിയിൽ ഭീഷ്മദേവര് ഭഗവാനെ, ആ സുന്ദരമായ അതിഭിജ രൂപത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ആ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭീഷ്മദേവര് ശ്രേഷ്ഠനായി. ഓരോ ദിവസവും ഓരോ നിമിഷവും കണ്ണുകൾ തമ്മിൽ കഥകൾ പറയുമായിരുന്നു ഭഗവാനും ഭീഷ്മദേവരും തമ്മിൽ. കൃഷ്ണ, നീ ഇന്നെങ്കിലും അങ്ങയുടെ കൈകൊണ്ട് എനിക്ക് മോക്ഷം കിട്ടണം, എന്തുകൊണ്ട് അങ്ങ് ഇത് ചെയ്യുന്നില്ല? കൃഷ്ണൻ അറിയാം ഭീഷ്മദേവർ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. കൃഷ്ണൻ അവിടെ നിന്ന് ചിരിക്കും. ഇതൊന്നും ബാക്കി ആരും കാണുന്നില്ല. ഇത് ഭീഷ്മദേവരും കൃഷ്ണനും തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധമായി. ആ ഒരു ഭാഗ്യം അർജുനന് പോലും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഭീഷ്മദേവരെ വളരെ ശ്രേഷ്ഠനായി കണ്ടതും. ആ ശരശയിൽ കിടക്കുമ്പോൾ ഭഗവാൻ അറിയാം എന്നെ കാത്താണ് ഭീഷ്മദേവര് കിടക്കുന്നത് എന്നുള്ളത്. എന്റെ ദർശനത്തിന് വേണ്ടിയിട്ടാണ്. അവിടെയാണ് ഭീഷ്മദേവർ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ആ പാർത്ഥസാരഥിയെ എനിക്ക് കണ്ടുകൊണ്ട് മരിക്കാൻ കഴിയണമേ എന്നുള്ളത്. കൃഷ്ണൻ അത് കേട്ടിട്ട് പോകും. അത് മാത്രമല്ല, ഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളോടെയും വേണം രാജ്യം ഭരിക്കേണ്ടതെന്ന് കൃത്യമായി ഭഗവാൻ അറിയാം. ഗുരു സ്മരണയില്ലാതെ, ഗുരു എന്റെ അനുഗ്രഹമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സക്സസ് ആകാൻ പോകുന്നില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഭഗവാന് നേരിട്ട് പറഞ്ഞു കൊടുക്കാം, ചെയ്തില്ല. ഗുരുവിന്റെ അനുഗ്രഹം തന്നെ വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ പാണ്ഡവരെയും കുട്ടി ആരോടാണോ യുദ്ധം ചെയ്തത്, ആരാണോ ചോര വാർന്ന് ശരശയ്യയിൽ കിടക്കുന്നത്, ആ ഭീഷ്മദേവരുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ യുധിഷ്ഠിരൻ വിലപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് ഭീഷ്മദേവര് പാണ്ഡവർ അനുഭവിച്ച വേദനകൾ, കുന്തിയമ്മ അനുഭവിച്ച വേദനകൾ ഭീഷ്മദേവര് തന്നെ അങ്ങോട്ട് പറഞ്ഞ് അത് കേൾക്കുന്ന നമുക്ക് ആ ഒരു ജസ്റ്റിഫിക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്, റിയലൈസേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ വചനങ്ങൾ കേൾക്കാതെ, കൃത്യമായ ഒരു ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കാതെ നമ്മുടെ നാട്ടില് പല കഥാപാത്രങ്ങളെയും വികലമായിട്ട് ചിത്രീകരിക്കുന്നു. അതിലൊന്നാണ് നമ്മൾ നേരത്തെ പറയാറുണ്ട്, MD വാസുദേവൻ നായരുടെ 2-ാം ഊഴം. എടുത്തു പറയേണ്ടതാണ് ഇതെല്ലാം. ഒരു ഭക്തിയും ഇല്ലാതെ എങ്ങനെയോ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രം. അതുപോലെ കർണനെ കുറിച്ച് ചിലർ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ വായിച്ചിട്ട് നമുക്ക് ഭക്തി ഇല്ലാതെ പോകുന്നത്. ഭക്തിയും ഇല്ല, ഒന്നുമില്ലാതെ, ഇതൊന്നും വീട്ടിൽ വിളക്ക് കൊടുത്തലും ഇല്ലാതെ പോകുന്നത് ഇവരൊക്കെ കൂടിയിട്ടാണ്. വേദാന്തങ്ങൾ എന്ന് പറയും. ഇവിടെയും അനേകം വേദ ക്ലാസുകൾ ചെയ്യാറുണ്ട്. ഞാൻ ആരെയും വിമർശിക്കുന്നതല്ല, പക്ഷേ വിഷമം കൊണ്ട് പറയുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വേദ ക്ലാസുകൾ?
നമ്മൾ അതാണ് ചിന്തിക്കുന്നത്. ഭഗവാനെ കുറിച്ച് അറിയുകയോ അറിയാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അറിയാൻ ഉള്ള ഒരു ഗൈഡ് ലൈൻ കിട്ടുകയോ ചെയ്തില്ലെങ്കിൽ ഈ ക്ലാസ്സുകളെല്ലാം നിരർത്ഥമാണ്. ഇവിടെ പറയുന്നു സ്വൽപ്പം അല്പസ്യ ധർമ്മസ്യ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നേഹോ അഭിക്രമനാശോസ്തി. ജയപ്രകാശ് പ്രഭു. ജയപ്രകാശ് പ്രഭു. നേഹോ അഭിക്രമനാശോസ്തി. രണ്ടാമത്തെ അധ്യായത്തിലല്ലേ? വിദ്യതേ സ്വൽപമാപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. എന്റെ അർത്ഥം കൂടെ, ട്രാൻസ്ലേഷൻ കൂടെ. നഷ്ടമോ ലാഭമോ ഈ ഉദ്യമത്തിനില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നു. അപ്പം അത് തന്നെയാണ് പ്രഭുപാദര് നമ്മൾ ആ ശ്ലോകം വായിക്കുമ്പോൾ എടുത്തു പറയുന്നത്. ഭാഗവത്തിലെ 1:5-17 പറയുന്നത് ത്വക്ത്വാ സ്വധർമ്മം ചരണാംബുജം ഹരേർ ഭജന്ന പക്വോ അഥ പതയത്തതയോ ഭജന്ന പക്വോ അഥ പതേതത്തതോ യതി യത്ര ക്വാ വാ അഭദ്രം ഉപദമിഷ്യകിം കോ വാ അർത്ഥ ആപ്തോ അഭജതാം സ്വധർമ്മതഃ. ഭഗവത് ഭക്തിയുത സേവനത്തിനായി ധർമാനുസൃത കർമ്മങ്ങൾ പരിത്യജിക്കുന്ന ഒരാൾ ചിലപ്പോൾ അപക്വമായ അവസ്ഥയിൽ അധപതിച്ചേക്കാം. ചിലരുടെ ദൃഷ്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു കടങ്ങളൊക്കെ, പിതൃകടങ്ങൾ എന്ന കടങ്ങളൊക്കെ, ഇത് നമ്മൾ പൂർണ്ണമായും ഭക്തിയുത സേവനത്തിൽ എത്തിച്ചേരുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ഒരുപക്ഷെ വിട്ടുപോവുകയോ അല്ലെങ്കിൽ സാധിക്കാതെ വരുന്നെങ്കിൽ പോലും ഈ ഒരു നമ്മൾ അപക്വമായ അവസ്ഥയിൽ എത്തുന്നില്ല. കാര്യം ഈ കടങ്ങളെല്ലാം ഭക്തിയുത സേവനത്തിലൂടെ ഫുൾഫിൽ ചെയ്യും. ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രം, ഭഗവാന് നിവേദിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ പിതൃകടങ്ങൾ തീരും. എത്ര ശ്രേഷ്ഠമായ ഒരു ഭക്തി പ്രക്രിയയാണ് നമ്മുടെ ഭക്തി പ്രക്രിയ. ആ ഭാഗവത വിധി ഭഗവാന് നിവേദിക്കുമ്പോൾ അത് പിതൃകടങ്ങൾ കൂടി തീരുന്നു, ആത്മാവിന് മോക്ഷം കിട്ടുന്നു. ഭക്തിയുത സേവനമായി നമ്മൾ സേവന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സമൂഹത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ സംഭാവനകൾ നൽകുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ ഭഗവാനെ വിളിക്കുന്നതിലൂടെ, ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലൂടെ എല്ലാം പരിപൂർണതയിലെത്തുന്നു. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അപക്വ അവസ്ഥ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിച്ചേക്കാം. അപ്പം ഏതൊരു നിമിഷവും ഭഗവാനെ സ്മരിച്ചു തന്നെ കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും താഴോട്ട് നിപതിച്ചേക്കാം. ചില സമയങ്ങളിൽ അത് പ്രകൃതിയുടെ 3 ഗുണങ്ങൾ കൊണ്ടാണ്. അതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ജഡഭരതന്റെ കഥ അറിയാമല്ലോ, ഇല്ലേ? ജഡഭരതൻ, ഭരതരാജാവ്. ഇപ്പം ഭാരതം എന്ന് പേര് കിട്ടുന്നത് ഭരതരാജാവിന്റെ ഭരണശേഷമാണ്. അങ്ങനെയാണ് ഭാരതം എന്ന് വരുന്നത്. ഇതാണ് ഹിസ്റ്ററി. ഇനിയിപ്പോ ആ പേര് മാറ്റുന്നത് ആരും പറയാതിരുന്നാൽ മതി. ഭരത മഹാരാജാവ് എൻ്റെ ലാസ്റ്റില് സന്യാസാവസ്ഥയിൽ, സന്യാസ ജീവിതത്തിൽ അദ്ദേഹം ഒരു മാനല്ലേ, അതെ, ഒരു മാൻകുട്ടി അമ്മയെ നഷ്ടപ്പെട്ട് കരയുന്ന സമയത്ത് ഈ മാൻകുട്ടിയെ എടുത്തുകൊണ്ടുവരും. എല്ലാം ത്യജിച്ചിട്ട് യാതൊരു ചിന്തകളുമില്ലാതെ ഭഗവത് ചിന്തയോടെ കഴിഞ്ഞ ഭരത മഹാരാജാവ് ഒരു സെന്റിമെന്റ്സിന്റെ ഒരു ദയ, ആ ദയയിൽ ആ മാൻകുട്ടിയെ രക്ഷപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഒരു ദിവസം
ഇപ്പൊ ആ മാൻകുട്ടിയെ പറ്റിയുള്ള ചിന്തകൾ അറിയാതെ ഒരു കുഞ്ഞിനെ എങ്ങനെ നമ്മൾ വളർത്തുന്നുവോ, അപ്പോൾ പതുക്കെ പതുക്കെ എല്ലാ ചിന്തകളും, അദ്ദേഹത്തിന്റെ എല്ലാ ചിന്തകളും പതുക്കെ പതുക്കെ ആത്മീയതയിൽ നിന്ന് വിട്ടിട്ട് ഈ മാൻകുട്ടിയിലേക്ക് വരികയാണ്. മനസ്സ് നേരെ ഡൈവേർട്ട് ആവുകയാണ്. ചിന്താമണ്ഡലം മുഴുവൻ ആത്മീയത മാറിയിട്ട് ഈ മാനിനോടുള്ള സ്നേഹമായിട്ട് മാറുകയാണ്. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് ഈ മാൻകുഞ്ഞിനെ കാണുന്നില്ല, തിരികെ വന്നിട്ടില്ല. ഭരത മഹാരാജാവ് ഭയന്നു, എന്തു പറ്റി ഈ മാൻകുട്ടിക്ക്? അങ്ങനെ ഓർമ്മിച്ച് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആത്മാവ് ശരീരം വിട്ടുപോകും. യം യം ഭാവി സ്മരൻ ഭാവം തെജത്യന്തേ കളയവരം. അങ്ങനെ ഏത് ഓർമ്മയിലാണോ ആ ശരീരം ഉപേക്ഷിച്ചത്, അതുകൊണ്ട് അടുത്ത ജന്മം മാനായിട്ട് ഈ ഭരത മഹാരാജാവിന് ജനിക്കേണ്ടി വന്നു. പക്ഷേ അവിടെയാണ് ഭഗവാൻ പറഞ്ഞത് സ്വല്പം അല്പസ്യ ധർമ്മസ്യ. അദ്ദേഹത്തിന്റെ മുൻജന്മത്തിന്റെ സുഹൃതം കൊണ്ട് അദ്ദേഹത്തിന് ആ മാന്റെ ജീവിതത്തിൽ ഒരു കോൺഷ്യസ് ഉണ്ടാവുകയും, ഒരു കോൺഷ്യസ് ഉണ്ടായിരുന്നു എന്റെ പൂർവ്വജന്മം എന്താണെന്നുള്ളത്. പിന്നീട് അടുത്ത ജന്മം ഒരു നല്ലൊരു ശ്രേഷ്ഠനായ ബ്രാഹ്മണന്റെ മകനായി ജനിക്കുകയും ജഡഭരതനായി മാറുകയും ചെയ്യുന്നു. ഈ ജഡഭരതൻ മറ്റ് സഹോദരങ്ങളോട് കൂടുതൽ സംസാരിക്കാറില്ലായിരുന്നു, സമൂഹത്തോട് സംസാരിക്കുക, എല്ലാവരും അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള ശ്രദ്ധ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആത്മീയമായിട്ടായിരുന്നു പോരുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു ജഡഭരതനെ കണ്ടിരുന്നത്. ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ്, എല്ലാവരും ഭ്രാന്തൻ എന്ന് മുദ്രകുത്തി. ഒരു ദിവസം ഈ ജഡഭരതൻ കാട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭദ്രകാളിയുടെ ഉപാസകർ ഇന്നത്തെ ബലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവനെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ഈ ജഡഭരതനെ കാണുകയും, ഒരു ഭ്രാന്തനായ മനുഷ്യൻ, ആരും ചോദിക്കാനില്ല. അപ്പം ഈ ജഡഭരതനെ കൊണ്ടുപോയിട്ട് ഇന്ന് ഭദ്രകാളിക്ക് ബലി ഈ മനുഷ്യനാകട്ടെ എന്ന് ചിന്തിക്കുന്നു. ഭദ്രകാളിയുടെ മുന്നിൽ ജഡഭരതനെ നിർത്തുകയാണ് യാഗം ചെയ്യാൻ വേണ്ടിയിട്ട്, ബലി കഴിക്കാൻ വേണ്ടിയിട്ട്. ഭദ്രകാളി നോക്കുമ്പം എല്ലാ കർമ്മങ്ങളും ആരംഭിച്ചു. ഭദ്രകാളി നോക്കുമ്പം കാളിദേവി കാണുമ്പോൾ ജഡഭരതൻ ഭഗവാന്റെ അത്യുത്തമനായ ശ്രേഷ്ഠനായ അത്യുത്തമനായ ഭക്തൻ, ആ ഭക്തനെയാണ് എന്റെ ഭക്തരെന്ന് നടിക്കുന്ന കാപട്യത്താലുള്ള ആ ഭക്തർ, കപട ഭക്തർ എന്റെ മുന്നിൽ ഈ ബലിക്കായി കൊണ്ടുവന്നിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത്, ആ ജീവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ അത്യുത്തമനായ ഭക്തനാണ്. കാളിദേവിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം ഒരുപോലെ വന്നിട്ട് ഈ ബലി അർപ്പിക്കാൻ വന്നവരെ വധിക്കുകയും ആ ചോര കുടിക്കുകയും ചെയ്യുകയും. അത്രയും ശ്രേഷ്ഠമാണ് ഭഗവാന്റെ ഭക്തൻ എന്ന് പറയുന്നത്. ഒരു തരത്തിലും ഭഗവാന്റെ നാമം ജപിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു നാശവും സംഭവിക്കുകയില്ല. ഭഗവാന്റെ ചിന്തയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ജീവിതത്തിൽ ഒരു കേടുകളും ഒന്നും സംഭവിക്കുകയില്ല. ഭഗവാന്റെ നിവേദ്യം അർപ്പിച്ച് കഴിയുന്ന ഒരു ജീവിതത്തിൽ, ആ കുടുംബം ജീവിതത്തിൽ ഒരിക്കലും വിശപ്പ് എന്ന് അറിയുകയില്ല. അത് സത്യമാണ്. പിന്നെ വീണ്ടും ചിത്രകേതുവിനെ പറ്റി പറയുന്നുണ്ട്. ചിത്രകേതു ഒരു ഗന്ധർവനായിരുന്നു. ചിത്രകേതുവിന്റെ ജന്മം എന്ന് പറയുന്നത് ഒരു മിനിറ്റ്, കൃതദ്രുതി എന്ന സ്ത്രീയിലാണ് ചിത്രകേതു ജനിക്കുന്നത്. കൃതദ്രുതി ജനിച്ച ഉടനെ മരിച്ചു പോകും. അപ്പൊ സങ്കടം കൊണ്ട് അങ്കിരസ് എന്ന മഹർഷിയുടെ അടുത്ത് പോകും ഈ കൃതദ്രുതി. അങ്ങനെ ജീവനൊക്കെ കിട്ടും.
ആ കുഞ്ഞ് ജനിച്ച ഉടനെ മരിച്ചതാണ്. ജീവൻ കിട്ടും. ജീവൻ കിട്ടിയിട്ട് ഈ കുഞ്ഞ് ചോദിക്കും, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അപ്പം കൃതദ്യുതിയും ഭർത്താവും പറയും, ഞാൻ നിന്റെ അച്ഛനും അമ്മയുമാണ്. ഏതച്ഛൻ, ഏതമ്മ, ഏത് ജന്മത്തിലെയാണ് എന്നൊക്കെ ചോദിക്കും. ഭയങ്കര ഒരു നിമിഷമാണത്. എന്നിട്ട് അതൊക്കെ പറയാൻ പറയും. ഏത് ജന്മത്തിലാണ് ഞാൻ നിങ്ങളുടെ മകനായത്? അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അവസാനം ഈ ചിത്രകേതു ഗന്ധർവനായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചിത്രകേതു ഒരു ദിവസം ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത്, ഇപ്പം ഇവർക്കൊക്കെ മെഡിറ്റേഷണൽ പവർ കൊണ്ട് ഏത് രീതിയിലും സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. നാരദ മഹർഷിയും അതായിരുന്നു. ഇപ്പൊ കുംഭമേളയിൽ പോകുന്നവർക്കറിയാം, കുംഭമേളയിൽ 500-600 വർഷങ്ങൾ കൊണ്ട് ജീവിച്ചിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠർ വരാറുണ്ട്, വായുവിൽ ഇരിക്കാറുണ്ട്. ഇതൊക്കെ പ്രത്യക്ഷത്തിൽ കാണുന്നതാണ്. അപ്പൊ അതിന്റെ നിദാനം എന്ന് പറയുന്നത്, മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത്, നമ്മുടെ ജീവിതത്തിന്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് വായുവാണ്, എയർ. വെള്ളമില്ലെങ്കിൽ പോലും നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ ജീവിക്കാൻ പറ്റും. അതേസമയം ഒരു നിമിഷം വായു ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഈ വായുവിനെ നമ്മൾ എങ്ങനെ ക്രമപ്പെടുത്താം, അവിടെയാണ് ജീവിതത്തിന്റെ സംശുദ്ധി അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ. അവിടെയാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥകൾ വരുന്നത്, വായുവിനെ കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥകൾ വരുന്നത്. ഇവിടെയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിന്റെ പ്രസക്തിയും ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യേണ്ട പ്രസക്തിയുമല്ല. അപ്പൊ അങ്ങനെ ഇന്ദ്രിയങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്രീത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ശ്വാസത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോൾ എയറിനെ പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പഠിക്കും. ഇപ്പൊ ഇവരെ ഈ സന്യാസി ശ്രേഷ്ഠരെല്ലാം ബ്രീത്തിനെ കൺട്രോൾ ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ ബ്രീത്തിനെ കൺട്രോൾ ചെയ്ത ഒരാൾക്ക് മാത്രമേ ജലത്തിൽ മലന്ന് കിടക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലേ ബിപിൻ പ്രഭു? ശരിയല്ലേ? അപ്പൊ വായുവിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നുള്ളത് ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലേ, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, ജലത്തിൽ മലന്ന് കിടക്കുന്നു. അപ്പം ജീവിതത്തിന്റെ പുരോഗതിക്ക് നമ്മൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാനുണ്ട്. ഒരു പക്ഷേ ഏതെങ്കിലും നിമിഷങ്ങളിൽ, ഏതെങ്കിലും സമയങ്ങളിൽ അതിന് മാറ്റം വരാൻ മതപ്പതിച്ചേക്കാം. അവിടെയാണ് ഈ നമ്മുടെ ജഡഭരതന്റെ ആ ജന്മത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. പക്ഷെ എങ്കിലും സ്വല്പം അല്പസ്യ ധർമ്മസ്യ, ഭഗവാൻ നമ്മൾ ചെയ്ത ഓരോ ഭക്തിയുത സേവനവും രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മളെ താഴേക്ക് വിടത്തില്ല, അവിടുന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരത്തേയുള്ളൂ. ഇതാണ് ഭക്തിയുത സേവനത്തിന്റെ ഗുണം. നമ്മളൊരു എക്സാമിൽ തോറ്റു കഴിഞ്ഞാൽ, ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും ആദ്യം തൊട്ട് പഠിച്ചെഴുതണം. അതേസമയം ഭക്തിയുത സേവനത്തിൽ അങ്ങനെ അല്ല. എവിടെ വരെ നമ്മൾ നിർത്തിയോ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാൻ പറ്റും. ഇപ്പൊ ഇവിടെ ചിത്രകേതു ഗന്ധർവനായിട്ട് മാറി. ഇപ്പൊ ചിത്രകേതു ഇങ്ങനെ നല്ലൊരു ഭക്തനാണ്, ഭഗവാന്റെ ഭക്തനാണ്, വളരെ ഭക്തൻ. എപ്പോഴും ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നു, ഓരോ നിമിഷവും കഴിച്ചു കൂട്ടുന്ന ഒരു ഗന്ധർവൻ. അങ്ങനെ ആകാശത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മഹാദേവര് ശിഷ്യഗണങ്ങൾക്ക് ഒരു ക്ലാസ് കൊടുക്കുകയാണ്. എന്താണ് ക്ലാസ്? ബ്രഹ്മചര്യത്തെ പറ്റിയാണ് ക്ലാസ് കൊടുക്കുന്നത്. ഈ ബ്രഹ്മചര്യത്തെ പറ്റി ക്ലാസ് കൊടുക്കുമ്പോൾ മഹാദേവരുടെ മടിയിൽ ആരാണ് ഇരിക്കുന്നത് അറിയാമോ? മടിയിൽ തുടയിൽ ഇരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ആരിയിരിക്കും? നന്നു, മഹാദേവരുടെ മടിയിൽ ആരായിരിക്കുന്നേ? നമ്മൾ ഫോട്ടോകളൊക്കെ കണ്ടിട്ടില്ലേ? പാർവതി ദേവി. പാർവതി ദേവി. പാർവതി ദേവി മഹാദേവരുടെ മടിയിലിരിക്കുന്നു. താങ്ക് യു. ഇപ്പം മഹാദേവരെടുക്കുന്ന ക്ലാസ് ഏതാണ്? ബ്രഹ്മചര്യം. അപ്പം ചിത്രകേതു ചിരിക്കും.
ഈ ചിരി കണ്ടിട്ട് പാർവതി ദേവിക്ക് ഒട്ടും സഹിച്ചില്ല. പാർവതി ദേവി വളരെ ദേഷ്യപ്പെടും. ദേഷ്യപ്പെട്ടിട്ട് ചിത്രകേതുവിനെ ശപിക്കും. നീ ഒരു അസുരനായിട്ട് പോകട്ടെ എന്ന് പറയും, ജനിക്കട്ടെ എന്ന് പറയും. നിനക്ക് ഇത്രയും ധാർഷ്ട്യം, നിനക്ക് ഇത്രയും ഭക്തിയില്ലായ്മ എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ ചിത്രകേതുവിനെ ശപിക്കും. അങ്ങനെ ചിത്രകേതു അസുരനായിട്ട് പോകും. മഹാദേവർ ചിരിച്ചുകൊണ്ട് പാർവതി ദേവിയെ എടുത്ത് ചോദിക്കും, എന്താ ഇപ്പൊ ഉണ്ടായേ? എന്തിനാണ് ശപിച്ചത്? ചിത്രകേതു ഏറ്റവും വലിയ ഭക്തനാണ്. അത് മാത്രമല്ല, എന്നെ നോക്കിയിട്ടല്ലേ ചിരിച്ചത്, ഭവതിയെ നോക്കിയിട്ടല്ലല്ലോ. അതുമാത്രമല്ല, ഭവതിക്ക് ശാപത്തിന് അതിൻ്റെ ഒരു ഉത്തരം, ഒരു ശാപമോക്ഷം കൊടുക്കാനുള്ള കഴിവില്ല. അങ്ങനെയായിരിക്കെ ശപിക്കാനുള്ള യോഗ്യതയും ഭവതിക്കില്ലെന്ന് പറയും. നമ്മള് ശാസ്ത്രങ്ങളിലൂടെ പോയി കഴിയുമ്പോൾ ദുർവാസാവ് മഹർഷിയാണെങ്കിലും ആരാണെങ്കിലും ശാപം കൊടുത്തിട്ടുള്ളവരെല്ലാം ശാപമോക്ഷവും കൊടുത്തിട്ടുണ്ട്, ഉപായവും കൊടുത്തിട്ടുണ്ട്. ശരിയല്ലേ? അവർക്ക് മാത്രമേ ശപിക്കാനുള്ള കഴിവുള്ളൂ, യോഗ്യതയുള്ളൂ. ആർക്ക് ശപിക്കാൻ യോഗ്യതയുണ്ടോ, അതായത് ആ ശാപത്തിന് ഒരു മോക്ഷവും ഒരു മുക്തിയും കൊടുക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ ശപിക്കാവൂ. ശപിക്കുമ്പോൾ പോലും അതിനൊരു യോഗ്യത വേണം. അപ്പം പാർവതി ദേവിക്ക് അത് അറിയില്ല, തിരിച്ച് അതിന് ശാപമോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മഹാദേവര് പറയും, എന്താ ഭവതി ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം പറഞ്ഞു വരുന്നത്, ഏതൊരു നിമിഷവും ഈ പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പം ചില പതനങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം. പക്ഷേ ഒരിക്കലും ഭഗവാൻ നമ്മളെ കൈവിടില്ല. ഒരു താങ്ങ് നമുക്ക് എപ്പോഴും ഉണ്ടാകും. അത് സ്പഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഭക്തിയുത സേവനം ഒരിക്കലും നിഷ്ഫലമാവുകയില്ല. ഭഗവാന്റെ ഒരു താങ്ങ് നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എപ്പോഴും, നമ്മുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യവും സാമീപ്യവും, ഭഗവാനെ വിളിക്കുന്നതിലൂടെ, ഭഗവാനെ ശ്രവിക്കുന്നതിലൂടെ, ഭഗവാനെ കീർത്തിക്കുന്നതിലൂടെ, ഭാഗവതം വായിക്കുന്നതിലൂടെ, ഭഗവത്ഗീത വായിക്കുന്നതിലൂടെ, നാമജപത്തിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നു നമുക്ക് അർജുനന്റെ കൂടെ. ഇതിനിടയ്ക്ക് നമുക്ക് ചെയ്യുന്ന ചില കർമ്മങ്ങളും ചില കടമകൾ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റാതെ വരാം. ഒരിക്കലും അതിനെപ്പറ്റി വിഷമിക്കുകയേ ചെയ്യരുത്. കാര്യം നമ്മൾ ശരിയായ പാതയിലാണ് പോകുന്നത്. ഭക്തിയുത സേവനത്തിന്റെ പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ സേവന പാതയിലൂടെ പോകുമ്പോൾ സമൂഹത്തിൽ ചില ബാധ്യതകളായിട്ട് കാണുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ രീതിയിൽ അതിനോട് കൂറു പുലർത്താൻ പറ്റിയെന്ന് വരില്ല. വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത്തരം ഗ്യാപ്പുകൾ ഭഗവാനെ വിളിക്കുന്നതിലൂടെ ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് ഫില്ല് ചെയ്തു തരും. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. അങ്ങനെ ഭഗവത്ഗീതയിലെ 4, 5, 6 ശ്ലോകങ്ങൾ ഭഗവാൻ അർജുനന് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞുകൊടുത്ത് നിർത്തുന്നു. ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗങ്ങൾ, ഉദാഹരണങ്ങൾ, 1 ചിത്രകേതുവിന്റെ, 2 ജഡഭരതന്റെ ആ ജന്മവും പുനർജന്മവുമെല്ലാം. നാരദ മഹർഷിയും അങ്ങനായിരുന്നു. 3 ജന്മം നാരദ മഹർഷിക്ക് ജനിക്കേണ്ടി വന്നു. ഈ 3 ജന്മത്തിലും ഭഗവാൻ നാരദ മഹർഷിയെ കൈവിട്ടില്ല. ഭക്തിയുത സേവനം നാരദ മഹർഷി കൊണ്ടു നടന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ശ്രേഷ്ഠനായ ഭക്തനായി. സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ബ്രഹ്മാവ് കൊടുത്ത ജന്മമാണ് നാരദ മഹർഷി. ചെയ്തില്ല. ഭക്തിയുത സേവനത്തിലൂടെ പോകേണ്ടതിന് പകരം ഗന്ധർവനായിട്ട് പോകേണ്ടി വന്നു. അടുത്ത ജന്മം ദാസീപുത്രനായി ജനിക്കേണ്ടി വന്നു. അപ്പോഴും ആ ദാസിയെ എവിടെ കൊണ്ടുവന്ന് നിർത്തി? അതായത് അവിടെയാണ് ആ അമ്മയ്ക്ക് കിട്ടിയ ഗുണം. വെറും ഒരു ബാല്യക്കാരനായിട്ടല്ല, സപ്തർഷികളുടെ, അതും ചാതുർമാസത്തിലെ സപ്തർഷികൾക്ക് വേണ്ടിയിട്ട്
സേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജന്മം ആ മാതാവിന് കൊടുത്തു. അങ്ങനെയുള്ള ഒരു മാതാവിന്റെ ഗർഭത്തിൽ നാരദ മഹർഷിക്ക് ദാസീപുത്രനായിട്ട് ജന്മമെടുത്തു. അങ്ങനെ ആ സപ്തർഷികൾ കഴിക്കുന്ന ഉച്ഛിഷ്ടത്തിന്റെ ആ പ്രസാദത്തിന്റെ ദാസാനുദാസൻ എന്ന് പറയുന്ന ആ ഒരു പറയുന്നത് ആ സത്യമായ ധർമ്മമായ ആ ഒരു സ്റ്റേറ്റ്മെന്റ് സാധൂകരിച്ചുകൊണ്ട് ആ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഉച്ഛിഷ്ടം കഴിച്ചതിലൂടെ ആ ദാസിയും ദാസി പുത്രനും ശുദ്ധീകരിക്കപ്പെടുകയും അമ്മ മരിച്ചതിന് ശേഷം കുറച്ചുനാൾ വീണ്ടും ആ സപ്തർഷികൾക്ക് സേവനം ചെയ്യുകയും ഭഗവാനെ ഒരു മാത്ര ആ ജന്മത്തിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുകയും അടുത്ത ജന്മത്തിൽ നീ എന്നോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് ഭഗവാന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ആ അനുഗ്രഹം കിട്ടുകൊണ്ട് നാരദ മഹർഷി ആ ജന്മം അവസാനിപ്പിക്കുകയും അടുത്ത ജന്മത്തിൽ നമ്മൾ ഈ കാണുന്ന നാരദ മഹർഷിയായിട്ട് വരികയും ചെയ്യും. നോക്കണം, ഈ ജന്മകർമ്മചമേ ദിവ്യം ആ ഒരു ശ്ലോകം എപ്പോഴും പ്രഭുപാദര് ഏറ്റവും കൂടുതൽ പ്രഭുപാദരുടെ സംഭാഷണങ്ങളിൽ, ക്ലാസ്സുകൾ, ലെക്ചറുകളിൽ റിപ്പീറ്റ് ചെയ്യുന്ന ശ്ലോകമാണ് ജന്മകർമ്മചമേ ദിവ്യം. നമ്മുടെ ജന്മങ്ങൾ, ഭഗവാന്റെ ജന്മങ്ങളെ കുറിച്ച് നമ്മുടെ ജന്മങ്ങളെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഭക്തിയുത സേവനം അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും ഭഗവാനെ മുറുകെ പിടിക്കണം. അപ്പോൾ യുധിഷ്ഠിരൻ 84 കോടി അല്ലെങ്കിൽ 84 കോടി ജനങ്ങളെ വധിച്ചതിന്റെ എത്രമാത്രം മഹാപാപമാണ് യുധിഷ്ഠിരൻ ചെയ്തത്. ആ പാപങ്ങളിൽ നിന്നെല്ലാം വിമുക്തനായി യുധിഷ്ഠിര മഹാരാജാവ്. കാര്യം ഭഗവാൻ പറഞ്ഞത് കൊണ്ടാണ് യുദ്ധം ചെയ്തത്. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ 4-5 ശ്ലോകത്തിലെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ ആരംഭിക്കുകയാണ്. ഹരേ കൃഷ്ണ. ആക്ഷേപങ്ങളില്ല. ജയപ്രകാശ് പ്രഭു പറയാൻ വരുന്നുണ്ട്. പറയൂ പ്രഭു. ആക്ഷേപങ്ങളില്ല. എങ്കിലും അഭിപ്രായങ്ങൾ കാണുമല്ലോ. പറഞ്ഞോളൂ പ്രഭു. എങ്കിലും രാജീവ് പ്രഭു, എല്ലാവരും ക്ഷീണിതരാണല്ലേ? ഇല്ല പ്രഭു, എല്ലാം ഓക്കെയാണ്. ക്ഷീണമില്ലാതല്ല. അതെ, പ്രഭു ഇനിയും വരട്ടെ. അങ്ങോട്ട് വരുമ്പോഴല്ലേ കൂടുതൽ മനസ്സിലാവത്തുള്ളൂ. തീർച്ചയായിട്ടും. ഇതുവരെ നമ്മൾ മനസ്സിലാക്കി ഭഗവാൻ ഇല്ലാതെ ജീവിതത്തിനൊരു പരിപൂർണ സമാപ്തിയില്ല, അല്ലെങ്കിൽ ഐശ്വര്യമില്ല എന്ന് മനസ്സിലാക്കി. അപ്പം ഭഗവാൻ വേണം എന്നുണ്ടെങ്കിൽ ഭക്തിയുത സേവനം അത്യാവശ്യമാണ്, നാമജപം അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അങ്ങോട്ടതെല്ലാം അർജുനോട് മാറ്റിയും തിരിച്ചും ഇത് തന്നെയാണ് പറയുന്നത്. ഇതിനോട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഭാഗവത്തിലോട്ടും മറ്റു പുരാണങ്ങളിലോട്ടൊക്കെ പോകുമ്പോഴും ഇതിനെ കണക്ട് ചെയ്തിട്ട് പുരാണങ്ങളിൽ പോകുമ്പോൾ നമുക്കൊരു അർത്ഥമുണ്ട്. അല്ലാതെ ഇതിനെ മാറ്റി നിർത്തിയിട്ട് പുരാണങ്ങളും വേദങ്ങളും ഒക്കെ സംസാരിക്കാൻ വരുമ്പോഴാണ് ചിത്രം മാറുന്നത്. അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ കണ്ടുവരുന്നത്. ഇതാണ് വ്യത്യാസം. പ്രഭുപാദരും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നിവേദ്, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ പറയൂ. ഇല്ല, ആക്ഷേപങ്ങളൊന്നുമില്ല, അഭിപ്രായമൊന്നുമില്ല. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു പറയുന്നത് കേട്ട് പഠിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കഥകൾ പറയാനുണ്ടോ? ഇല്ല, ഞാൻ നന്നായിട്ട് നോക്കി നെക്സ്റ്റ് ക്ലാസ്സിലാണ്. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നന്നോ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. ഞാൻ കുട്ടികളോട് തന്നെ ചോദിക്കുന്നു. പറയൂ. പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, ചിരിക്കുന്നു. ആമി,
അതെ, സൂര്യ എന്തോ പറയുന്നുണ്ട് ചോദിക്കാൻ. ചോദിച്ചോളൂ, പറഞ്ഞോളൂ. ഒന്നില്ല. എന്താ പിന്നെ പറഞ്ഞത് അമ്മ? അച്ഛൻ ഇവിടെ ഒന്ന് എത്തി നോക്കിയിട്ട് പോയല്ലോ. അച്ഛനെവിടെ? എന്തോ വരുവാണ്. വെരി ഗുഡ്. അപ്പം ആലോചിച്ച് വെക്കുക, ശ്രേഷ്ഠമായ ദിവസം വരികയാണ്. അഡ്വന്റ് ഓഫ് ഭഗവത്ഗീത. അതേ ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി, മോക്ഷ ഏകാദശി എന്ന് പറയും. നമ്മൾ എല്ലാവരും, കുടുംബങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഭഗവത്ഗീത യജ്ഞവും തുടർന്ന് ആരതിയിലും പങ്കെടുക്കണം. അന്നത്തെ ഹോസ്റ്റ് സ്മിതമാതാജിയാണ്. അപ്പം 5 മണി മുതൽ തുടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാര്യം നമ്മൾ നേരത്തെ കണ്ടിന്യൂ ആയിട്ട് ഒരാൾ വായിച്ച് നമ്മൾ കൂടെ വായിക്കുന്നത് കൂടാതെ ചാപ്റ്റർ ഞാൻ ഓരോരുത്തർക്കും ഞാൻ അയച്ചു തരാം, ഏത് ചാപ്റ്റർ ആണ് വായിക്കേണ്ടതെന്ന്. അപ്പം ആ ചാപ്റ്റർ, ഒരു ചാപ്റ്റർ ആ കുടുംബത്തിലെല്ലാവരും ഷെയർ ചെയ്ത് വായിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ 2 ചാപ്റ്റർ ആയിട്ട് വായിക്കാം. ഇപ്പൊ ഞാൻ ഇട്ട് തരാം. ഒരു പക്ഷേ സിമ്പിളായിട്ടുള്ള 7-ാമത്തെ അധ്യായം ഞാൻ ഒഴിവാക്കും, 15-ാമത്തെ അധ്യായം ഞാൻ നമ്മുടെ കൂട്ടരിൽ നിന്ന് ഒഴിവാക്കും. അതൊരു പക്ഷേ ആരെങ്കിലും ഫ്രഷ് ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ലല്ലോ? ഹരേ കൃഷ്ണ. ആരും മറുപടി പറഞ്ഞില്ല.